തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDF എന്തോ വമ്പിച്ച വിജയം നേടിയിരിക്കുകയാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുകയുണ്ട്. അത് കേരളത്തിലെ ഗവൺമെൻറ്റിന് വിരുദ്ധമായ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. UDFന് 16 സീറ്റും LDFന് 11 സീറ്റുമാണ് ലഭിച്ചത്, 3 BJPക്കും. ഇതാണ് സീറ്റിൻ്റെ സ്ഥിതി. അതിൽ തന്നെ 3 സീറ്റ് UDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് ജയിച്ച് വന്നവർ മാറിയതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. ആ 3 സീറ്റ് അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയത് എന്നുള്ളതുകൊണ്ടാണ് അത് ആ വ്യത്യാസം കാണുന്നത്. അതവർ തിരിച്ച് അവർ തന്നെ സീറ്റ്, മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരുതാണ് സീറ്റ്, ആ 3 സീറ്റ് അവർ പിടിച്ചു എന്നുള്ളതാണ് സത്യം. അതിനെയാണ് വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവതരിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ, അതാണല്ലോ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ കുറേയും കൂടി വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള കാര്യം. അതിലൊക്കെ അവരവരുടെ സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാർഡുകളുടെ എണ്ണം പറയുമ്പോൾ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് LDFന് എന്തോ വലിയ പരാജയവും അവർക്ക് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം ഉണ്ടായത്. ഞങ്ങളതിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ചില പഞ്ചായത്തുകൾ അതിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ്. അതും ഈ പറഞ്ഞ പോലെ കിട്ടിയ തന്നെയാണ്. ചിലത് 3 പഞ്ചായത്താണ് അങ്ങനെ വന്നിട്ടുള്ളത്. അത് ഇടുക്കിയിലും പാലക്കാടുമൊക്കെ അതാണ് സ്ഥിതി. പാലക്കാട് എന്ന് പറയുന്നത് ഒരു CPI സ്ഥാനാർത്ഥി മത്സരിച്ച, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPI മത്സരിച്ചതാണ്. അവിടെ CPIയുടെ ലോക്കൽ സെക്രട്ടറി BJP പോയതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വീക്കെൻഡാണ്. അതെല്ലാം ഇതിൻ്റെ അകത്ത് വന്ന പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. വസ്തുതാപരമായിട്ട് പറയുന്നതിന് പകരം ഗവൺമെൻറ് വിരുദ്ധ തരംഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ LDFൻ്റെ പരാജയവും UDFൻ്റെ വിജയവും എന്നൊക്കെ അവതരിപ്പിക്കുന്ന രീതി എത്രത്തോളം വസ്തുതാപരമല്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് SFI കരസ്ഥമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും വമ്പിച്ച വിജയത്തോടുകൂടി SFIക്ക് നല്ല രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ട് പരിശോധിച്ച് നോക്കിയാൽ സർവകലാശാലകളുടെ ഉന്നതമായ നിലവാരം അത് പരിശോധിച്ചാലും നല്ല മികച്ച വിജയം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിലേതായിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച ഗ്രേഡിങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന രീതിയിൽ SFI അതിശക്തിയായിട്ട് എല്ലാ സർവകലാശാലയിലും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ സർവകലാശാലകളുടെ സ്വയംഭരണം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി ഗവർണർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികളെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ ഗവർണർ നിശ്ചയിക്കുന്നത്. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ വൈസ് ചാൻസലർമാരായി താൽക്കാലികമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഈ വൈസ് ചാൻസലർമാർ അധികാരത്തിൽ വന്നതോടുകൂടി സർവകലാശാലയുടെ സ്വയംഭരണം അവസാനിപ്പിച്ച് എന്താണോ ഗവർണർ പറയുന്നത് എന്നത് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വൈസ് ചാൻസലർമാർ തയ്യാറാവുന്നില്ല. വൈസ് ചാൻസലർമാർ നോക്കുന്നത് ഗവർണർ എന്താണ് തീരുമാനിക്കുന്നത് എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയംഭരണാധികാര സ്ഥാപനങ്ങളുടെ എല്ലാ അധികാരാവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.